ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് മാറുന്നു, എക്സാംസ് ഇനി ടഫ് ആവാൻ വേണ്ടി പോകുന്നു. ഇത്തരം വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറുക എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഒരിക്കലും അതിനർത്ഥം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നല്ല. പകരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾ ഇനിയും കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പാറ്റേണിൽ അഥവാ ചോദ്യം ചോദിക്കുന്ന രീതിയിലാണ് മാറ്റം വരാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റിൽ നിന്ന് സ്ഥിരമായി ഒരേ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇതിൽ നിന്ന് ഒരു മാറ്റമാണ് ഈ ഒരു വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് ഈ ഒരു വർഷം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷേ 2017 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ സിമിലർ എന്നല്ല അത് തന്നെയാണ് ഈ ഒരു വർഷം വന്നിട്ടുള്ളത്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഒരു വർഷം നമുക്ക് വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത്തരത്തിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്സ് ആണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ NCERT ടെക്സ്റ്റ് ബുക്കിലെ മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ പല വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ് നമ്മൾ +1 ടോപ്പിക്സും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന രീതി എന്ന് പറയുന്നത്. 10ാം ക്ലാസ് വരെ നമുക്ക് ഫുൾ A+ ആയിരുന്നു ലക്ഷ്യമെങ്കിൽ ഇനി നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ മാർക്കായിരിക്കണം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിരിക്കണം. കാരണം ഇവിടെ ഗ്രേഡുകളെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പെർസെൻറ്റേജ് തന്നെയാണ്. സോ +1 +2 മാർക്സ് ആഡ് ചെയ്ത് 1200 നമ്മളുടെ റിസൾട്ട് +2 ശേഷം വരാൻ വേണ്ടി പോകുന്നത്. ഓരോ മാർക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കോൺസെപ്റ്റ് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റാം? അതിനാണ് Xylem നിങ്ങൾക്കായി ഒരുക്കുന്നു യുവർ എൻഡ് ഗെയിം ബാച്ച്. സോ ഇതുവരെ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ആപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളെ എല്ലാ സബ്ജക്ട്സും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്സും എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഈ ഒരു ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കി മോഡൽ എക്സാമും പബ്ലിക് എക്സാമും നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. സോ എത്രയും പെട്ടെന്ന് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്യുക. ഹാപ്പി ലേണിംഗ് വിത്ത് Xylem Commerce.